എം ജയചന്ദ്രൻ, ഇന്നത്തെ ആ വഴിക്കടവ് പഞ്ചായത്തിലേക്കുള്ള LDFിൻ്റെ മാർച്ച് നമ്മൾ കണ്ടു. അവിടെ നല്ല രീതിയിലൊരു പ്രസംഗമാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, എന്തിനാണ് ഇവർ കാട് കയറുന്നതെന്ന് ചോദിച്ച വിജയരാഘവൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 1972 ആ വന്യജീവി നിയമം കൊണ്ടുവന്നത്, അതിനെ തുടർന്നുണ്ടായ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ, അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായി ആ വന്യജീവി നിയമത്തെ നമ്മൾ കൂട്ടിക്കെട്ടുന്നത് ഈ വഴിക്കടവ് പഞ്ചായത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? ആരുടെ വാർഡിലാണ് ഈ സംഭവം നടന്നത്? ആരാണ് ഈ വിഷയം ഉണ്ടായപ്പോൾ ആദ്യം കൊടിയെടുത്തിറങ്ങിയത്? അതിൻ്റെ കുടിലത അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഒപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൊണ്ട്, താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അതൊരു CPMൻ്റെ LDFിൻ്റെ പഞ്ചായത്തായിരുന്നെങ്കിൽ ഇവിടെ മാധ്യമങ്ങളുടെ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് മനോരമയുടെ അടക്കം പ്രധാനപ്പെട്ട വാർത്ത കപ്പലുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു വിഷയമേ അല്ല. അവിടെയും അവർ പ്രശ്നമായി ചുവർത്തിക്കാട്ടുന്നത് AK ശശീന്ദ്രൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് ഒന്നും കൂടി വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഈ UDFകാർ കടത്തുന്ന ഈ നാടകം, ഉപതെരഞ്ഞെടുപ്പിൽ മനുഷ്യന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരുപക്ഷെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട് UDF അവിടെ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് മലപ്പുറം വിവാദം എടുത്തിട്ടു, രണ്ടാമത് ക്ഷേമ പെൻഷൻ എടുത്തിട്ടു, അവിടെയെല്ലാം പരാജയപ്പെട്ടു. ഇവിടെ മരണമുഖത്ത്, ദുരന്തമുഖത്ത് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു, അവിടെയും പരാജയപ്പെട്ടു. ഇവർ മാത്രമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളും. എം ജയചന്ദ്രൻ, അതെ സിജു, നമ്മൾ ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വസന്ത് ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞത് ഈ പ്രതിയുടെ രാഷ്ട്രീയ അനുഭാവമാണ് പറഞ്ഞത്. വസന്ത് പറയുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി, നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഇയാൾ CPMകാരനാണ് എന്ന് മനസ്സിലായെന്നാണ് വസന്ത് ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിക്കുമ്പോൾ ആ ടോൺ മാറ്റിയിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് ഇത് ഇടതുപക്ഷക്കാരനാണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. ഒരേ ചർച്ചയാണ്, അടുത്തടുത്ത സമയങ്ങളുമാണ്. ആദ്യം CPMകാരനാവുന്നു, പിന്നെ അത് CPM എന്നുള്ളത് ആ കാർഡ് മാറ്റി ഇടതുപക്ഷം എന്ന് പൊതുവായി പറയുന്നു. അത് നമ്മൾ കേൾക്കുകയാണല്ലോ. ആരാണ് ഇയാൾ? ഈ വിനേഷ്. അവൻ കാട്ടുകള്ളനാണ്. അവനെ കാട്ടുകള്ളൻ എന്നല്ലാതെ വേറൊരു പേര് വിളിക്കാൻ എനിക്കറിയില്ല. കാരണം കാട്ടുപന്നികളെ ഇങ്ങനെ കെണിവെച്ച് വീഴ്ത്തി ആ മാംസം വിറ്റ് അതിൻ്റെ പണം കൊണ്ട് സുഖലോലുപമായി ജീവിക്കുന്ന, അത് മറ്റുള്ളവർക്കും പങ്കിടുന്ന ഒരു കാട്ടുകള്ളനാണ് വിനേഷ്. അവനെയാണ് ഈ നമ്മുടെ അനന്തുവും 4 പേർ, ജിത്തു എന്നാണല്ലോ വിളിക്കുന്നത് അനന്തുവിനെ, 4 പേരും പന്ത് കളിക്കാൻ പോകുന്ന വഴിയാണ്, അതൊരു വഴിത്താരയുമാണ്, നടപ്പാത പോലുള്ളൊരു വഴിത്താരയാണ്. അവിടെ ആണ് ഇവൻ ഈ കെണി കൊണ്ട് ഒരുക്കി വെച്ചത്. അതിൽ തട്ടിയാണല്ലോ വീഴുകയും മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാട്ടുകള്ളനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ദാരുണമായി ഒരു പിഞ്ചു കുഞ്ഞ് മരിക്കുന്ന സാഹചര്യം, അങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിന് പിന്നാലെ സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഏത് നിലയ്ക്കും പല വിശ്വാസമുണ്ട്. ഇപ്പം ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, 2 മാസം മുമ്പോഴുണ്ടായ മരണം, അതിന് മുമ്പ് റഷീദിൻ്റെ മരണം ഉണ്ട് അവിടെ കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു കടുവ പാതി ഭക്ഷിച്ച നിലയിൽ ഉപേക്ഷിച്ച ഒരു സംഗതിയും അവിടെ ഉണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടിപ്പോൾ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലമല്ല ഈ പ്രശ്നമുണ്ടായ വഴിക്കടവ് പഞ്ചായത്തിലെ പ്രദേശം. അതുകൊണ്ട് തന്നെ അവിടെ വന്യജീവികൾ കയറാതിരിക്കാൻ സർക്കാരിൻ്റെയോ വനം വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും സംവിധാനങ്ങളുടെ വകയായിട്ട് ഫെൻസിങ് നടത്തിയിട്ടുമില്ല. ഇത് രണ്ടും യാഥാർത്ഥ്യമാണ്. ഈ 2 യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന്, വന്യജീവി സംഘർഷം ഉള്ള പ്രദേശത്തല്ല ഈ സംഭവം നടന്നത്. 2, അവിടെ ഏതെങ്കിലും സർക്കാർ വകുപ്പുകളുടെ ഫെൻസിങ് നടത്താത്ത സ്ഥലവുമാണ്. അവിടെയാണ് ഇത് നടന്നത്. അവിടെ ഈ കാട്ടുകള്ളൻ്റെ പ്രവൃത്തി നടന്നത്.